എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ സ്വന്തം കഴിവും കാര്യപ്രാപ്തിയും തെളിയിക്കാൻ തിരുവനന്തപുരം മേയർ വി രാജേഷിന് ഒരു സുവർണ അവസരം ലഭിച്ചിരിക്കുകയാണ്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ് നമ്മുടെ പ്രിയപ്പെട്ട മേയർ വി രാജേഷിന്റെ മുന്നിലേക്ക് ഈ അവസരം തുറന്നിടുന്നത്. സ്മാർട്ട് സിറ്റി പ്രോജക്ടിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ ഓടുന്ന 113 ബസ്സുകളും വി രാജേഷ് ആവശ്യപ്പെടുന്ന നിമിഷം കോർപ്പറേഷന് കൈമാറാൻ തയ്യാറാണെന്ന് ഗതാഗത മന്ത്രി പരസ്യമായി സന്നദ്ധത പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ആ ബസ്സുകൾ വി രാജേഷിന് ഏറ്റെടുക്കാം, സർവീസ് നടത്താം, ലാഭം മുഴുവൻ കോർപ്പറേഷന് ലഭിക്കും, ഒരു വിഹിതവും ആരുമായും പങ്കുവയ്ക്കേണ്ടതില്ല. ഇന്ത്യയിലോ കേരളത്തിലോ ഇതേവരെ ഒരു മേയർക്കും ലഭിക്കാത്ത സുവർണാവസരമാണ് വി രാജേഷിന് ഇതുവഴി ലഭിച്ചിരിക്കുന്നത്. അധികാരമേറിയ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്വന്തം വരുമാനമുണ്ടാക്കാൻ തിരുവനന്തപുരം മേയർക്കും കോർപ്പറേഷനും ഒരു വഴി തുറന്നു കിട്ടിയിരിക്കുകയാണ്. തന്റെ കഴിവും പ്രാപ്തിയും ശേഷിയും ഒക്കെ BJPയുടെ ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ വി രാജേഷ് ഈ അവസരം വിനിയോഗിക്കും എന്ന് തന്നെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. ഈ 113 ബസ്സുകളും വി രാജേഷും തിരുവനന്തപുരം കോർപ്പറേഷനും ഏറ്റെടുക്കണമെന്നാണ് ന്യൂസ് ബുള്ളറ്റ് കേരളയ്ക്കും അഭ്യർത്ഥിക്കാനുള്ളത്. റൂട്ട് തീരുമാനിച്ച് ജീവനക്കാരെ നിയമിച്ച് ഈ ബസ് ഓടിച്ച് കാണിച്ചു കൊടുക്കണം. വി രാജേഷിന് എല്ലാ ആശംസകളും നേരുന്നു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വാക്കുകളും നമുക്ക് കേൾക്കാം. വി രാജേഷിന് എല്ലാ ആശംസകളും നേരുന്നു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വാക്കുകളും നമുക്ക് കേൾക്കാം. സംസ്ഥാന തലത്തിലുള്ളതാണ്. KSRTC എല്ലാ ഡിപ്പോയും ലാഭത്തിലാക്കിയെന്ന് KSRTC CMD തന്നെ പറഞ്ഞു. അത് ഈ വണ്ടി ഓടിയിട്ടാണോ? ഈ വണ്ടി തിരുവനന്തപുരത്തിന് പുറത്ത് ഓടുന്നില്ല, മറ്റ് ജില്ലകളിൽ ഓടുന്നുണ്ടെന്ന് അദ്ദേഹം ബഹുമാനായ മേയർ പറഞ്ഞു കേട്ടു. ഞാൻ കണ്ടില്ല. പക്ഷേ ഒരു ജില്ലയിൽ ഓടുന്നില്ല, വേറെ ഒരു ജില്ലയിൽ ഇത് ഓടിക്കാൻ പറ്റത്തില്ല. ഇതിന് ഭയങ്കര മെയിൻ്റനൻസ് ആണ്. ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത് സാധാരണ ഒരു സൂപ്പർ ഫാസ്റ്റിൻ്റെ ടയർ 40,000-45,000 കിലോമീറ്റർ പോയാൽ 60,000 കിലോമീറ്റർ വരെ പോകും. പക്ഷേ ഇതിൻ്റെ ടയർ 30,000 കടക്കില്ല. ഇത് ടയർ തേഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് മെയിൻ്റനൻസ് വലിയ പാടാണ്. ഞാൻ വന്ന സമയത്ത് ഞങ്ങളിത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 50% ഇത് ചാർജിങ്ങിൽ ഓടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഏതാണ്ട് 70-70% ഓടുന്നുണ്ട്. കമ്പനിക്കാരെ വിളിച്ചു വരുത്തി വഴക്കുണ്ടാക്കി അത് ഒരുവിധം കറക്റ്റ് ചെയ്തു. കാരണം ബാറ്ററി ഇനി അടുത്ത കെട്ടണം, അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേൻ്റെ ബാറ്ററി തീരും. ബാറ്ററി പോയി 5-ാം വർഷം ബാറ്ററി പോയാൽ 28 ലക്ഷം രൂപ വേണം ഇതിൻ്റെ ഒരു വണ്ടിയുടെ ബാറ്ററി വാങ്ങാൻ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയരുത്. ഇത് കൈനഷ്ടം തന്നെയാണ്. കാരണം 28 ലക്ഷം രൂപ കൊടുത്താൽ ഒരു മിനി ബസ് കിട്ടും, ഡീസൽ മിനി ബസ് കിട്ടും. അപ്പോൾ നമ്മൾ വാങ്ങിയല്ലോ, ഐഷറിൻ്റെ വണ്ടി വാങ്ങി, നിങ്ങൾ കണ്ടതാണ്. ആ വണ്ടിയുടെ ശരാശരി കിലോമീറ്റർ വരുമാനം എന്ന് പറയുന്നത് 52 രൂപ വരെ വരുന്നുണ്ട്. ഓടി വരെയാണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ വില എന്ന് പറയുന്നത് 28 ലക്ഷം. ഇതിൻ്റെ വില 1 കോടി രൂപയാണ്. ഒരു വണ്ടിക്ക് 1 കോടി രൂപ. 5-ാം വർഷം ഈ വണ്ടിക്ക് 25 ലക്ഷം രൂപ 28 ലക്ഷം രൂപയ്ക്ക് ബാറ്ററി വാങ്ങണം. ഇതെല്ലാം വളരെ വ്യക്തമായി കാണാം. സാങ്കേതികമായി അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാവും. ജനങ്ങൾ മനസ്സിലാകാത്ത ഭാഷയിൽ ഞാൻ സ്നേഹത്തോടെ പറയുകയാണ്. 28 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച വണ്ടിക്ക് കിട്ടുന്ന ഒരു ഇതില്ല. ഇപ്പം 8,000 രൂപ ശരാശരി കിട്ടുമെന്ന് പറയുമ്പോൾ 42 രൂപ ഒരു കിലോമീറ്ററിന് ഏണിങ്സ് പെർ കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്നുണ്ട്. നേരത്തെ കിട്ടിയിരുന്നത് 27 രൂപ 26 രൂപയായിരുന്നു. ഇപ്പോഴത് 42 വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ വലിപ്പം തന്നെയുള്ള ഡീസൽ മിനി ബസ് വാങ്ങിയ വണ്ടികൾക്ക് 50-ന് മേളിൽ EPKയും കിട്ടുന്നുണ്ട്, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഓടുന്ന വണ്ടികൾ. പിന്നെ നെടുമങ്ങാട് താമസിക്കുന്നവരെയും പോത്തൻകോട് താമസിക്കുന്നവരെയും ആറ്റിങ്ങൽ താമസിക്കുന്നവരെയും നെയ്യാറ്റിൻകര താമസിക്കുന്നവരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, വണ്ടി കയറ്റൂല എന്ന് പറയാൻ കേരള സർക്കാരിന് കഴിയില്ല, ഞങ്ങളുടെ സർക്കാരിന് കഴിയില്ല. അത് ഞങ്ങൾ പറയില്ല. അതുകൊണ്ട് എനിക്ക് വളരെ ക്ലിയറായിട്ട് പറയാം. മേയർ അദ്ദേഹം എന്നോട് സംസാരിക്കുകയോ ഞങ്ങൾ കത്തുകയും ചെയ്തിട്ടില്ല. വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു. അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്. അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ 113 വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം. കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാൻ, ഞങ്ങളുടെ ഡിപ്പോയിൽ നിന്ന് ഇടാൻ ഒക്കത്തില്ല. ഞങ്ങൾ പകരം 150 വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരും. വേറെ ഒന്നുമല്ല, ഈ ഗ്രാമപ്രദേശം പോത്തൻകോട് എന്നുള്ളവർക്ക് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയാണ്. കോർപ്പറേഷൻ വന്ന് നിൽക്കുന്നത് കടക്കൂട്ടത്താണ്. കണിയാപുരത്താണ് ബസ് സ്റ്റോപ്പ് നമുക്ക് ബസ് സ്റ്റേഷനുള്ളത്. കണിയാപുരത്ത് നല്ല ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ കോർപ്പറേഷൻ അതിർത്തി കിടക്കുന്ന പോത്തൻകോട് ഭാഗത്തേക്കുള്ള പല പ്രദേശങ്ങളുണ്ട്. ശ്രീകാര്യം ആ ഭാഗത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോത്തൻകോടിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ളവർക്ക് യാത്രയുണ്ട് നഗരത്തിലേക്ക്. നെയ്യാറ്റിൻകര ഉള്ളവരെ കൊണ്ടുവന്നിട്ട് കരമനയിൽ ഇറക്കി പിന്നെ പാപ്പനംകോട് ഇറക്കി വിട്ടിട്ട് വേറെ വണ്ടി കയറാൻ പറയാൻ പറ്റത്തില്ല. KSRTC സംബന്ധിച്ച് നെയ്യാറ്റിൻകരയിൽ നിന്ന് യാത്രക്കാർ കയറിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരും. പിന്നെ നെയ്യാറ്റിൻകരയ്ക്കും ആറ്റിങ്ങിനൊക്കെ ഓടുന്ന പല വണ്ടികളും ഞങ്ങളുടെ വണ്ടിയാണ്. ഞങ്ങൾക്ക് 50 വണ്ടിയുണ്ട് ബാറ്ററി വണ്ടി, അതാണ് ഓടുന്നത്. ലോൺ എടുത്ത് ഞങ്ങൾ വാങ്ങിച്ച വണ്ടിയാണ് കിഫ്ബിന്ന്. ആ വണ്ടികൾ ഓടുന്നുണ്ട്, ആ വണ്ടി ഓടിക്കും. അതിനാരുടെ അനുവാദം ആവശ്യമില്ല. പിന്നെ ഞാൻ പരിശോധിച്ചപ്പോൾ ഈ 113 കിലോമീറ്റർ വണ്ടികളിൽ 3-4 കിലോമീറ്ററാണ് ചില വണ്ടികൾ ഔട്ടറിലേക്ക് പോകുന്നത്. ഈ